ചങ്ങായിമാരെ നിങ്ങൾ ചിരിക്കാൻ റെഡിയാണോ? ചിരിക്കാൻ റെഡിയാണെങ്കിലല്ല ഞാൻ ഒരു കോമഡി ചാനല് നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറെ ഏതുമല്ല ആ കോമഡി ചാനല്, നമ്മളെ കർമ്മ ന്യൂസ്. കർമ്മ ന്യൂസ് നോക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങളുടെ നമ്മളെ സിനിമയിൽ റിവ്യൂ ചെയ്യുന്ന അശ്വന്ത് കോക്കില്ലേ, അശ്വന്ത് കോക്ക് ചില സിനിമയെ പറ്റി പറയില്ലേ, മലങ്കട്ട് സിനിമ. അതുപോലെ മലങ്കട്ട് വാർത്താന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കർമ്മ ന്യൂസ് കണ്ടു കഴിഞ്ഞാലല്ല നിങ്ങൾ ചിരിച്ചിരിച്ച് പണ്ടാരടങ്ങും. നിങ്ങളുടെല്ല ലോകം അറിയാത്ത, ആരും അറിയാത്ത ഒരു സത്യം അറിയാം. കർമ്മ ന്യൂസ് ആണ് ഇറാനിലെ കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുന്നത്. സത്യം, അതിനൊരു തെളിവുണ്ട്. എന്താ തെളിവെന്നറിയാം? കർമ്മ ന്യൂസിന്റെ ചീഫ് ആരാന്നറിയാം? ഒന്ന് ആലോചിക്കട്ടെ. അയാൾ തന്നെ നമ്മൾ ഇറാന്റെ പരമോന്നത നേതാവില്ലേ, ആയത്തുള്ള അലി ഖമേനി. അവരാണ് നമ്മളെ കർമ്മന്റെ ചീഫ്. അതുകൊണ്ടല്ലേ കർമ്മ ന്യൂസിന് ഇറാനിൽ നടക്കുന്ന കാര്യങ്ങൾ ഇറാനും ലോകം അറിയുന്നതിന് മുമ്പിലെ കർമ്മക്ക് അറിയുന്നത്. നിങ്ങൾക്ക് എന്താണ് അത് കേട്ടിട്ടൊരു ചിരി? ഞാൻ ലോകം അറിയാത്ത, ആരും അറിയാത്ത ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോ നിങ്ങൾ കോമഡി ആക്കിയത്. അത് നിങ്ങൾക്ക് മനസ്സിലാകണം കണ്ടില്ല. ഈ 2 ദിവസമായിട്ട് കർമ്മയിൽ വന്ന ന്യൂസുകൾ കേട്ടാൽ മാത്രം മതി. ഇപ്പം പറയുന്ന ന്യൂസ് അല്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പറയാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയുന്ന വാർത്തയല്ല, 15 മിനിറ്റ് കഴിഞ്ഞാൽ പറയാം. അങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞോണ്ടിരിക്കും. നമുക്ക് എന്തായാലും കർമ്മ ന്യൂസ് നടന്ന ആ കോമഡി ഷോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെട്ടാ, മലങ്കട്ട് വാർത്ത എന്നുള്ള ലെവലിൽ മാത്രമേ ഇത് കാണാൻ പാടുള്ളൂട്ടാ. ആഭ്യന്തര കലഹം രൂക്ഷമായ ഇറാനിൽ നിന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർക്കും മകനടക്കമുള്ള കുടുംബാംഗങ്ങൾക്കുമൊപ്പം ആയത്തുള്ള അലി ഖമേനി എത്രയും പെട്ടെന്ന് റഷ്യയിലെ തലസ്ഥാനമായ മോസ്കോയിലേക്ക് കടക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തുന്നു. ആരാണ് വെളിപ്പെടുത്തിയെന്നറിയാം? ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ. അതും നമ്മളെ ഖമേനി പറഞ്ഞതനുസരിച്ചിട്ട് പുലർച്ചെ 5:30 ഇറാനിൽ നിന്നുണ്ടല്ല തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് ഉണ്ട്. ആ ബസ്സിലാ വന്നേ. ചായ വരെ കുടിക്കണ്ടാന്ന് കർമ്മന്റെ ഓഫീസിൽ പോയിട്ട് ഈ സത്യം വെളിപ്പെടുത്തിയത്. കർമ്മയിലെ ചേട്ടനുണ്ടല്ല ടോയ്ലറ്റിൽ വരെ പോകാണ്ടാണ്, പ്രാഥമിക കൃത്യങ്ങൾ വരെ ചെയ്യാണ്ടാണ് ആ സത്യം നമ്മളോട് വിളിച്ചു പറയുന്നത്. ആ ചേട്ടനുണ്ടല്ല നമ്മളൊരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കേട്ടോ. കാരണം ടോയ്ലറ്റിൽ വരെ പോകാണ്ട് ഈ പച്ചക്കള്ളങ്ങള് നമ്മളോട് വിളിച്ചു പറയുന്നില്ല മൂപ്പർ. ഈ ചേട്ടൻ തന്നെയല്ല ടോയ്ലറ്റിൽ പോയി വന്ന ശേഷം പിന്നെ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് വന്നാലോ? ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്ന് അമേരിക്ക അവസാന നിമിഷം പിന്മാറിയതായുള്ള അന്താരാഷ്ട്ര വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ കൂടിയാണ് ഇറാനിലേക്ക് ഇറാന്റെ ആയത്തുള്ള അലി ഖമേനിയുടെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക ആക്രമണത്തിന് തയ്യാറെടുത്തിരുന്നത്. ഇതിനുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സൈന്യത്തിന് നൽകുകയും ചെയ്തു. ഇറാന് ചുറ്റിലുമുള്ള മിഡിൽ ഈസ്റ്റിലുള്ള എയർ ബേസുകളിൽ ഫൈറ്റർ ജെറ്റുകൾ തയ്യാറായിരുന്നു. ഇറാനിലേക്ക് ആണവ ആക്രമണത്തിനടക്കം അമേരിക്കയുടെ നിർദ്ദേശം പെന്റഗൺ നൽകുകയും ചെയ്തു. എന്നാൽ അവസാന നിമിഷം ഈ ആക്രമണം മാറ്റിവെക്കുകയായിരുന്നു എന്നുള്ള വാർത്തകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. എന്തുകൊണ്ടാണ് ഇറാനിലേക്കുള്ള ഒരു സൈനിക നടപടിയിൽ നിന്ന് അവസാന നിമിഷം അമേരിക്ക പിന്മാറിയത്? മറ്റൊന്നുമല്ല, ചില ഭീഷണികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടിയിൽ നിന്ന് അമേരിക്ക അവസാനവട്ടം പിന്മാറിയതെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. കുറച്ച് നേരത്തെ പറഞ്ഞത് ഖമേനി അമേരിക്കനെ പേടിച്ചിട്ട് റഷ്യയിലേക്ക് പോയെന്ന്. ഇപ്പൊ പറയുന്നത് ഖമേനിന്റെ ഭീഷണി കൊണ്ട് ട്രംപ് പേടിച്ചെന്ന്. എന്തൊക്കെയാണ് ചേട്ടാ നിങ്ങൾ പറയുന്നത്? ശരിക്കും നിങ്ങൾ ആരാ ചേട്ടാ, ആരാ? പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ ചേട്ടനെ സമ്മതിക്കണം. അമേരിക്കന്റെ ഇറാനിലും വാർത്തകള് അവര് വരെ ആ രഹസ്യങ്ങൾ അറിയുന്നതിന് പോലെ ചേട്ടൻ ചൂഴ്ന്ന് എടുക്കുന്നുണ്ടല്ലോ. ഇനി നമുക്കുണ്ടല്ലോ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ആ കർമ്മയിലെ എല്ലാമായ കർമ്മ ചേച്ചി. ആ കർമ്മ ചേച്ചി എന്താണ് പറയുന്നത് കേട്ടിട്ട് വന്നാലോ? ആ ചേച്ചി ഇല്ലാതെ എന്താഘോഷം? ആക്സിയോസ് നൽകുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേലിന്റെ ചാര ഏജൻസിയായ മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ അദ്ദേഹം ഇറാനിലെ സ്ഥിതിഗതികളെ കുറിച്ചുള്ള ചർച്ചകൾക്കായി കഴിഞ്ഞ ദിവസം രാവിലെ അമേരിക്കയിൽ എത്തി എന്നാണ് വിവരങ്ങൾ. ഇറാനിലെ പ്രതിഷേധങ്ങളെക്കുറിച്ചും ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനുള്ള പ്രതികരണമായി US സൈനിക നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചും US ഇസ്രായേലും തമ്മിലുള്ള കൂടിയാലോചനകളുടെ തുടർച്ചയായിരുന്നു ബാർണിയയുടെ സന്ദർശനം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം കൈകാര്യം ചെയ്തിരുന്ന വൈറ്റ് ഹൌസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമായി ബാർണിയ മിയാമിയിൽ കൂടിക്കാഴ്ച നടത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ വിറ്റ്കോഫ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ബന്ധപ്പെട്ടു. ഒരു യുദ്ധം വേണ്ട എന്നുള്ള ഇറാന്റെ മനംമാറ്റത്തിനു പിന്നിൽ മൊസാദോ അങ്ങനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മൊസാദ് അല്ല ചേച്ചി അതിന്റെ പിന്നിൽ, സുരേഷ്, നമ്മളെ തിരുവനന്തപുരത്തെ ടോർച്ച് സുരേഷില്ലേ, BJP നേതാവ്, മൂപ്പറാണ് അതിന്റെ പിന്നില്. നിങ്ങളെല്ലാം ഒരു സത്യം അറിയാം. ഇറാനായാലും പലസ്തീനായാലും ഉണ്ടല്ല, ഫസ്റ്റ് എന്ത് ചെയ്യുന്നതിന് മുമ്പിലെ കർമ്മ ന്യൂസ് കാണും. എന്നിട്ട് കർമ്മ ന്യൂസിൽ എന്താണോ പറയുന്നത് അതുപോലെയാണ് പലസ്തീനും ഇറാനും എല്ലാം ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ചേച്ചിക്ക് വല്ലാണ്ട് സങ്കടാവൂലേ? അതിന്റെ ഇടയ്ക്ക് ചേച്ചി ആരൊക്കെയോ കണ്ടെന്നെല്ലാം പറഞ്ഞത്. ഈ പേരൊക്കെ എങ്ങനെ ചേച്ചി ഓർത്തു വെക്കുന്നത്? ഇങ്ങനെയൊക്കെ ഓർത്തു വെക്കാൻ കഴിവുണ്ടെങ്കിൽ ചേച്ചിക്ക് പോണ്ടില്ല സിവിൽ സർവീസ് പഠിച്ചിട്ട് കളക്ടർ ആയിക്കൂടെ ചേച്ചിയെ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കർമ്മയിൽ വന്നിട്ട് നാണോ മാനില്ലാണ്ട് പച്ചക്കള്ളം ഇങ്ങനെ തള്ളേണ്ട ആവശ്യം ഉണ്ടേനാ. പക്ഷെ എന്തായാലും അതൊക്കെ ചേച്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നേ. അതിന്റെ കാരണം എന്താ പറയാ?
പച്ചക്കള്ളം അറിഞ്ഞിട്ടും പച്ചക്കള്ളം പറയുമ്പം ഒരു ചിരിവരെ വരാടെ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് ചേച്ചി ആ പച്ചക്കള്ളം പറഞ്ഞ് ഫലിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ ചാണകസൈകൾ ഈ ചേച്ചി പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് കർമ്മയിലെ വേറൊരു ചേച്ചിയുണ്ട്. ചേച്ചിനെ കൂടി കണ്ടില്ലെങ്കിൽ കണ്ടില്ല ചേച്ചിക്ക് വല്ലാണ്ട് സങ്കടവും. ചേച്ചി എന്താണ് തള്ളുന്ന് കേട്ടിട്ട് വന്നല്ലോ. വാ. ഇറാനിൽ പ്രക്ഷോഭം അണപൊട്ടി ഒഴുകുമ്പോൾ ഭരണകൂടമാകട്ടെ പ്രതിഷേധകർക്കെതിരെ ക്രൂരമായ നടപടിയാണ് സ്വീകരിച്ചത്. ആയിരക്കണക്കിന് പ്രക്ഷോഭകരെ ജയിലിൽ അടയ്ക്കുകയും അവരെ തൂക്കിലേറ്റും വിധം അവിടെ ആ ഒരു വിധി അവർക്ക് കൽപ്പിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ ചേച്ചി പറഞ്ഞത് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെല്ലാം പിടിച്ചിട്ട് അവരുടെ ഷൂ ഒക്കെ അങ്ങ് പോളിഷ് ചെയ്ത് കൊടുക്കണം, അവർക്ക് നല്ല ചിക്കൻ ബിരിയാണിയും കുഴിമന്തിയെല്ലാം വാങ്ങിക്കൊടുക്കണം എന്നാണോ? നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് കുഴിമന്തിയാണോ ചേച്ചി വാങ്ങിക്കൊടുക്കല്? ചേച്ചിക്ക് എന്തൊരു വിഷമാണെന്നറിയാം ഇറാനിൽ നടക്കുന്ന സംഭവങ്ങളെ ഓർത്തിട്ട്. നമുക്കിനുണ്ടല്ലോ ആ പഴയ ചേട്ടൻ, നേരത്തെ കുറെ പൊക്കളൊക്കെ ചേട്ടനല്ലേ, ചേട്ടനുണ്ടല്ലോ ഒരു പുതിയ വാർത്ത, ആരിഞ്ഞിട്ടുന്ന ഒരു പുതിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. അതും കൂടി കേൾക്കാം. വാ. അമേരിക്കൻ സൈനിക ബേസുകൾ ആക്രമിക്കാൻ ഇറാന്റെ വമ്പൻ നീക്കം. ആദ്യഘട്ടത്തിൽ ഖത്തറിലെ അൽ ഉബൈദ് എയർബേസ് ആക്രമിക്കാനാണ് ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി നിർദ്ദേശം നൽകിയിരിക്കുന്നതിനുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് അനുരഞ്ജന ശ്രമത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് ഖത്തർ. ഇറാൻ വിദേശകാര്യമന്ത്രിയെ ഖത്തർ പ്രധാനമന്ത്രി സന്ദർശിച്ചതായുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഏതു സാഹചര്യത്തിലും ഒരാക്രമണവും യുദ്ധവും ഒഴിവാക്കാനുള്ള കടുത്ത നീക്കത്തിലാണ് ഖത്തറടക്കമുള്ള GCC രാജ്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഇറാനിലേക്ക് ആക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഫ്ലോറിഡയിൽ നിന്നടക്കം നിരവധി ഫൈറ്റർ ജെറ്റുകളാണ് ഇറാനെ ആക്രമിക്കാനായി പറന്നുയർന്നതെങ്കിലും അവസാന നിമിഷം ഈ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. ആക്രമണത്തിനായി അമേരിക്കയിൽ നിന്ന് പറന്നുയർന്ന ഫൈറ്റർ ജെറ്റുകളടക്കം അവസാന നിമിഷം തീരുമാനം മാറ്റുകയും പിന്നീട് അമേരിക്കയുടെ സൈനിക ബേസുകളിലേക്ക് പറന്നിറങ്ങുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിൽ നിന്നും അമേരിക്ക അവസാന നിമിഷം പിന്മാറിയത്? ഇതിനെക്കുറിച്ച് മാത്രം ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരമില്ല. ഉത്തരവില്ലാന്ന് പറയില്ല കർമ്മച്ചേട്ടാ. നിങ്ങൾ വിചാരിച്ചില്ലേ എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടും? A² B- അങ്ങനെ തട്ടിവിട്, ചിലപ്പോ ആ ഉത്തരം ശരിയാവും. എന്തായാലും നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പേടിച്ചിട്ട് കൂടിയെന്ന്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ് ഖമേനിക്ക് ഒരു പേടിയില്ല, ആരെയും പേടിയില്ല, തിരിച്ചു വന്നിട്ടുണ്ട്, ഒരുത്തിനും വിടൂലെന്ന്. പക്ഷെ എന്നാലും ഉണ്ടല്ലോ നിങ്ങളെല്ലാം ഒരു കാര്യം ആലോചിക്കണം. ഇതൊക്കെ കേൾക്കാൻ വേണ്ടി ഇവർ ഈ പറഞ്ഞ പച്ചക്കള്ളവും പൊട്ടത്തരവും വിശ്വസിച്ച് കേൾക്കാൻ വേണ്ടി എത്രയാണ് ചാണക സംഖ്യകള് ഇവർക്ക് വേണ്ടിട്ട് ഇവരെ ചാനൽ ഇരിക്കുന്നതെന്നറിയോ? ഇവര് പറയുന്ന ഓരോ പച്ചക്കള്ളും കേട്ട് സുഖിച്ചിട്ടുണ്ടല്ല ആ ചാണക സംഖ്യയിടുന്ന കമന്റ്, ആ കമന്റ് എല്ലാം വായിച്ചാണ്ടല്ല അതിലും വലിയ കോമഡിയാണ്. എന്തായാലും കർമ്മ ന്യൂസ് ആയത്തുള്ള അലി ഖമേനി കർമ്മ ന്യൂസിന്റെ ചീഫാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. കാരണം ആയത്തുള്ള ഖമേനി വരെ അറിയാത്ത കാര്യങ്ങൾ, ഇറാനിലുള്ള ഇറാനികൾ വരെ അറിയാത്ത കാര്യങ്ങളാണ് നമ്മളെ കർമ്മ ന്യൂസ് നമ്മളെ അറിയിക്കുന്നത്. ഇനി ഞാനല്ല കർമ്മ ന്യൂസിനും സംഖ്യക്കൊന്നും അറിയാത്തൊരു സത്യം പറയാം. അമേരിക്കക്ക് അറിയാം ഇറാനോട് മുട്ടിക്കഴിഞ്ഞാൽ നടക്കൂലെന്ന്. വെനസ്വലി ഉണ്ടല്ല, ആ പാവം വെനസ്വലിനെ തൊടുന്ന പോലെ ഒന്നല്ല ഇറാനെ തൊട്ട് കഴിഞ്ഞാല്. ഇറാൻ ഉണ്ടല്ല മുന്നും മുന്നും ഒന്നും നോക്കാനില്ല. അത് കൃത്യമായിട്ട് തള്ളു ട്രംപിനറിയാം. നിങ്ങൾക്ക് ആർക്കും അറിയില്ലെങ്കിലും തള്ളു ട്രംപിനറിയാം പോയി മുട്ടിക്കഴിഞ്ഞാല് കടന്നൽ കൂടിനാന്ന് പോയി മുട്ടുന്നേന്ന്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി ഒരിക്കലും ട്രംപ് നടത്തൂല. എന്തൊക്കെ പൊട്ടനാണെന്ന് പറഞ്ഞാലും മൂപ്പർക്ക് അത് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. എന്തായാലും ഒരു ദിവസത്തിനുള്ളിൽ പലസ്തീനെ തീർക്കുമെന്ന നാടകത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ ഇറാനെ തീർക്കുമെന്ന സംഖ്യയുടെ പുതിയ നാടകവും പൊട്ടിപ്പൊളിഞ്ഞ വിവരം വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അറിയിക്കുന്നു. അപ്പൊ കർമ്മ ന്യൂസിലിരുന്ന് പച്ചക്കള്ളം പറഞ്ഞ കർമ്മാച്ചേട്ടനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.